عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രവാചക പ്രകീർത്തനങ്ങളാൽ പ്രകമ്പനം കൊള്ളുന്ന മീമിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതായ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അല്ലാഹു അല്ലാത്ത എല്ലാ ആലമുകൾക്കും അന്ത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ അന്ത്യം എപ്പോഴാണെന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ ക്ലിപ്തമാക്കി പറഞ്ഞിട്ടില്ല. പക്ഷേ പല ഘട്ടങ്ങളിലായി സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ആസാറുകളായി, അതിൻ്റെ അടയാളങ്ങളായി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അവിടുന്ന് ആ അന്ത്യനാളിനെയും ആ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെയും വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് കിഫായത്തുൽ അവാം എന്ന കിതാബിൽ നാം പഠിക്കുന്നത് കാണാം. ഈമാനുനാ ബിയൗമി ആഖിരിൻ വജബ് വകുല്ലി മാ കാന ബിഹി മിനൽ അജബ്. ഏതൊരു വിശ്വാസിയും അന്ത്യനാളിനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ, അന്ത്യനാളിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് കിഫായത്തുൽ അവാം എന്ന കിതാബിൽ അവിടുന്ന് പ്രതിപാദിക്കുന്നത് കാണാം. ആ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ കുറിച്ച് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തിസ്സാ, നിശ്ചയമായും അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫൽ ഇൽമു വയക്സുറൽ ജഹ്ലു, ഇൽമിനെ ഉയർത്തപ്പെടും, അറിവില്ലായ്മ വർദ്ധിക്കുമത്രേ. അങ്ങനെയുള്ള കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. തീരുന്നില്ല. വയക്സുറു സിനാ വയക്സുറു ശുർബുൽ ഖംറി വയകില്ലു റിജാൽ വതക്സുറു നിസാ ഹത്താ യകൂന ലി 50 ഇംറഅതൻ അൽ ഖയ്യിമുൽ വാഹിദ്. ഒരു പുരുഷന് 50 വീതം സ്ത്രീകൾ എന്ന അത്രക്കും പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും കാലഘട്ടം വന്നാൽ, അതുപോലെ വ്യഭിചരിക്കുന്ന കാലഘട്ടം വന്നാൽ, കള്ളുകുടിക്കുന്ന കാലഘട്ടം വന്നാൽ അന്ത്യനാളിൻ്റെ അടയാളമായി എണ്ണി പറയുകയാണ്. ആരാണ് പറയുന്നത്? 150ഓളം മുസൽമാന്റെ ചങ്കിലെ ചോരയായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വഹി എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണോ, അല്ലയോ ജിബ്രീലേ, അന്ത്യനാളിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അന്ത്യനാളിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായി 2 അടയാളങ്ങൾ പറയുകയാണ്. ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അന്തലിദൽ അമതു റബ്ബതഹാ, അടിമ ഉടമയെ പ്രസവിക്കുക. അതിന് മഹാന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം എന്നുള്ളത് മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം വരും. മക്കൾ മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം വരും. അക്കാലഘട്ടത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇന്ന് വൃദ്ധസദനങ്ങളിൽ തെരുവിലേക്കും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയുകയാണ് മാതാപിതാക്കളെ. നിന്നെ 9 മാസക്കാലം ഗർഭം ചുമന്നത് നിന്റെ ഉമ്മയല്ലേ, ഭാര്യയാണ്.
ഭാര്യയാണോ? നിന്നെ പോറ്റി വളർത്തിയത് നിന്റെ ഉപ്പയല്ലേ ഭാര്യയാണോ? ഒരു മനുഷ്യ ചിന്തിക്കണം, മനുഷ്യ മാനവ സഹോദരാ, നിന്റെ ഉമ്മയും ഉപ്പയും അവിടുന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ അവിടുന്ന് പോറ്റി വളർത്തിയില്ലേ? അതുകൊണ്ട് ആ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് നിന്റെ കടമയാണ്. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, രണ്ടാമതായി പറയുന്നു, താഴെക്കിടയിലുള്ള ആളുകൾ ഏറ്റവും വലിയ മണിമന്ദിരങ്ങൾ സ്ഥാപിക്കുമത്രേ, ഏറ്റവും ബിൽഡിങ്ങുകൾ, ഏറ്റവും വലിയ ഉയർന്നതായ ബിൽഡിങ്ങുകൾ സ്ഥാപിക്കുമത്രേ. എന്നാൽ ആ സമയത്ത് അന്ത്യനാൾ സംഭവിക്കുന്ന അടയാളമായി പറയുകയാണ്. ആരാണ് പറയുന്നത്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറയുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതുകൊണ്ടൊന്നും അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി തീരുന്നില്ല. ഒരിക്കൽ അറാബിയായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, മത്തസ്സാത്ത യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയേ ഖിയാമത്ത് നാള്, എപ്പോഴാണ് നബിയേ അന്ത്യനാള് എന്ന അറാബിയായ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ളുയ്യത്തിൽ അമാനത്തു ഫന്തളിർ സാ, ഒരു വിശ്വസ്തനെ ഇഷ്ടപ്പെട്ടാൽ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ അറാബിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, കൈഫ ഇലാതുഹാ, കൈഫ ഇലാതുഹാ, എങ്ങനെയാണ് നബിയേ, എങ്ങനെയാണ് നബിയേ വിശ്വസ്തത നഷ്ടപ്പെടുന്നത്? വീണ്ടും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസാ, അനർഹരല്ലാത്ത ആളുകൾക്ക് ഭരണമേൽപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് അന്ത്യനാളിനെ സൂക്ഷിക്കണമെന്ന്, അന്ത്യനാളിനെ പ്രതീക്ഷിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ അന്ത്യനാളിനെ മുൻനിർത്തിക്കൊണ്ട്, അവിടുന്ന് ഖിയാമത്ത് നാളിനെ മുൻനിർത്തിക്കൊണ്ട് ദുനിയാവിലെ സുഖങ്ങളെ ആശ്രയിക്കാതെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കി വെക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.